നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനം വിവാദമായതിന് പിന്നാലെ ഡോക്ടർ ശശി തരൂർ MP രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ചർച്ച. മോദി ട്രംപ് കൂടിക്കാഴ്ചയെ ശശി തരൂർ പ്രശംസിച്ചതും വിവാദമായിരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഈ കൂടിക്കാഴ്ച തുടരുകയാണോ? ഇന്നത്തോടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണോ ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം? അനുജ, ഏറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും താമസിക്കുന്ന വസതിയിലെത്തിയാണ് ശശി തരൂർ 5:30 ഈ കൂടിക്കാഴ്ച ആരംഭിച്ചത്. KC വേണുഗോപാൽ ഈ വസതിയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നില്ല. അദ്ദേഹം സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ അത് സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ അനുകൂലിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ച അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ ഏറെ പ്രകീർത്തിച്ച് പോസിറ്റീവായ ഒരു സന്ദർശനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിന് അദ്ദേഹം പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ ന്യായീകരിച്ചും രംഗത്തെത്തിയിരുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നു. ശശി തരൂരിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടുകൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലും നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ശശി തരൂരിനെതിരായ പരാതികളും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്കായി ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ക്ഷണിച്ചത്. ഈ കൂടിക്കാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് 2022 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ ഇത്തരത്തിൽ മുഖാമുഖം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ചതിന് ശേഷം പിന്നീട് നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് അദ്ദേഹം തന്നെ അടുപ്പമുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. തന്നെ ദേശീയ തലത്തിലും സംസ്ഥാനത്തും പല ഘട്ടങ്ങളിലും തഴയപ്പെടുന്നു എന്ന ആക്ഷേപം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാമർശം താൻ നടത്തിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം ശശി തരൂർ ഈ കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ അദ്ദേഹത്തിന് എതിരായി ലഭിച്ച പരാതികൾ ഒപ്പം തന്നെ ശശി തരൂരിന്റെ പരിഭവങ്ങൾ എന്തെല്ലാമാണ് എന്ന് അദ്ദേഹം കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു മഞ്ഞുരുകലിന് ഈ കൂടിക്കാഴ്ചയിലൂടെ സാധ്യമാകും എന്ന പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുണ്ട്. ശശി തരൂരിന്റെ പരാതികൾ, അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ എന്തെല്ലാം എന്ന് അറിഞ്ഞ് അതിന് സാധ്യമാകുന്ന പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്നുള്ളത്. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഏറെ നിർണായകമാകും. കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളമായി രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുമായി ശശി തരൂർ മുഖാമുഖം ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തു വരും. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് അടഞ്ഞ അധ്യായമെന്ന് KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നതും ശശി തരൂരിന് മാസങ്ങളായുള്ള തന്റെ പരിഭവം, പരാതികൾ എന്നിവ ദേശീയ നേതാക്കളെ നേരിട്ടറിയിക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ ഈ ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലുള്ള ശശി തരൂരിനെതിരായ പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വം ശശി തരൂരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മഞ്ഞുരുകലിന് ഈ ഒരു കൂടിക്കാഴ്ചയിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അനുജ, പക്ഷേ ഈ മഞ്ഞുരുക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിലാണല്ലോ വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനം, സംസ്ഥാനത്ത് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ വ്യാവസായിക വളർച്ചയെക്കുറിച്ച് പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും FB പോസ്റ്റിലുമൊക്കെ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയുകയാണ്. ഒരു ചെറിയ മാറ്റം വരുത്തിയത് UDF സർക്കാരിന്റെ കാലത്താണ് ഇതിനൊക്കെ തുടക്കമിട്ടു എന്ന് പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്നോ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറിയിട്ടില്ല. മറ്റൊന്ന്, മോദി ട്രംപ് കൂടിക്കാഴ്ച, അതേക്കുറിച്ചും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തിനുള്ള പരാതികളൊക്കെ ഇവിടെ അറിയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണല്ലോ. ബൽറാം,
തീർച്ചയായും അനുജ, അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. ശശി തരൂർ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് വ്യവസായപരമായി സ്വീകരിച്ച നയങ്ങളെ അനുകൂലിച്ച് അദ്ദേഹം നിലപാടെടുക്കുന്നു. ദേശീയ തലത്തിലാകട്ടെ പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തെ പ്രകീർത്തിക്കുന്നു. സംസ്ഥാന തലത്ത് അദ്ദേഹം എടുത്ത നിലപാട്, പ്രത്യേകിച്ച് വ്യവസായിക രംഗത്തെ നേട്ടങ്ങളെ എടുത്തു പറഞ്ഞ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് അദ്ദേഹം ന്യായീകരിച്ചത്. അത് സംസ്ഥാന നേതാക്കളിൽ നിന്നും വിമർശനമുണ്ടായതിന് പിന്നാലെ യാണ് ഇത്തരത്തിൽ അദ്ദേഹം തുടർച്ചയായി അതിനെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന പാർട്ടിയും പെരുപ്പിച്ച് കാണിച്ച കണക്കുകളാണ് സംസ്ഥാന സർക്കാർ നിരത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് മാറ്റി പറയാൻ തരൂർ തയ്യാറായിട്ടില്ല. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ US സന്ദർശനത്തെ ശശി തരൂർ പ്രകീർത്തിക്കുന്നു. അത് ഏറെ ഗുണകരമാകുന്ന ഒരു സന്ദർശനമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു സന്ദർശനത്തിലൂടെ സാധ്യമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാര്യത്തിലും നിലപാട് മാറ്റാൻ തരൂർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ശശി തരൂരിനെ തള്ളിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും തരൂർ ഇക്കാര്യത്തിൽ പിന്നീട് 2 ദിവസമായി പ്രതികരിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് തന്റെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയതായി അദ്ദേഹം അറിയിച്ചിട്ടില്ല. ദേശീയ നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട ഘട്ടത്തിലും ആ കാര്യത്തിൽ ന്യായീകരണമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുന്നതിനായി അദ്ദേഹം മനഃപൂർവ്വം നടത്തിയതാണ് ഈ പരാമർശങ്ങൾ എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോലും എന്താണ് താൻ ഉദ്ദേശിച്ചത്, എന്താണ് തന്റെ പരാതികൾ എന്ന കാര്യം ദേശീയ നേതൃത്വത്തിനെ നേരിട്ട് അറിയിക്കുക, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കാര്യങ്ങൾ, അതിൽ പാർട്ടിയുടെ നയത്തിന് വിഭിന്നമായി അദ്ദേഹം പുറത്തു പറഞ്ഞ കാര്യങ്ങൾ, പാർട്ടിയെ നേതാക്കൾക്ക് അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കേണ്ടി വന്ന സാഹചര്യം എന്നീ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും ശശി തരൂരിനെ ധരിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിൽക്കുകയാണ് ഇതുവരെ ഡോക്ടർ ശശി തരൂർ. അതുകൊണ്ട് തന്നെ എന്താകും ഈ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. മറ്റൊരു വാർത്ത, മദ്യനിർമ്മാണശാല വിഷയത്തിൽ സംവാദത്തിന് തയ്യാറെന്ന എക്സൈസ് മന്ത്രി MP രാജേഷ് 24-നോട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ സംവാദത്തിന് വെല്ലുവിളിച്ചതിലാണ് മന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി 24-ലൂടെ സംവാദത്തിന് തയ്യാറാണെന്ന് MP രാജേഷ് വ്യക്തമാക്കി. MP രാജേഷിനെ വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. നമുക്ക് 24-ലൂടെ തന്നെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. ഇന്ന് രാവിലെ 24-ലൂടെയാണ് VK ശ്രീകണ്ഠൻ MP മദ്യനിർമ്മാണശാല വിഷയത്തിൽ മന്ത്രി MP രാജേഷിനെ സംവാദത്തിന് വെല്ലുവിളിച്ചത്. 24-ലൂടെ തത്സമയ സംവാദത്തിന് തയ്യാറെന്നായിരുന്നു VK ശ്രീകണ്ഠന്റെ പ്രതികരണം. ഇതിൽ പ്രതികരണം തേടിയപ്പോഴാണ് മന്ത്രി MP രാജേഷ് സംവാദത്തിന് തയ്യാറെന്നറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി 24-ലൂടെ സംവാദമാകാമെന്ന് മന്ത്രിയുടെ പ്രതികരണം. മഴക്കുഴികളല്ല, തടാക സമാനമായ മഴവെള്ള സംഭരണിയാണ് ഇന്നലെ സന്ദർശിച്ചതെന്നും MP രാജേഷ്. യഥാർത്ഥത്തിൽ മഴക്കുഴിയല്ല, 33 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന 1.5 ഏക്കർ മുതൽ 7.5 ഏക്കർ വരെ വിസ്തീർണമുള്ള വലിയ കൃത്രിമ തടാകങ്ങളാണ് മഴവെള്ള ജല സംഭരണികളായിട്ട് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെ മഴക്കുഴി എന്ന് പറഞ്ഞ് ഈ 7 ഏക്കറൊക്കെയുള്ള തടാകങ്ങളെ ചെറുതാക്കരുത്. മന്ത്രി തയ്യാറെങ്കിൽ സംവാദത്തിന് വേദിയൊരുക്കുമെന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ അറിയിച്ചിരുന്നു. മദ്യനിർമ്മാണശാല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ ദിവസം MP രാജേഷ് സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ സ്ഥലം MP ആയ തന്നോടാണ് സംവാദം നടത്തേണ്ടതെന്നായിരുന്നു 24-നോട് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. മന്ത്രി MP രാജേഷിന്റെ അഹല്യ ക്യാമ്പസ് സന്ദർശനത്തിനെതിരെ BJPയും രംഗത്തെത്തി. 24 പാലക്കാട്. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യപ്രതി അനന്തകൃഷ്ണൻ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ്. അതേസമയം EDയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. ഒരേ സമയം 12 ഇടങ്ങളിലാണ് EDയുടെ സംസ്ഥാന വ്യാപക പരിശോധന നടന്നത്. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് കുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, അനന്തകൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും NGO കോൺഫെഡറേഷന്റെ ഓഫീസിലുമായിരുന്നു റെയ്ഡ്. ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ്
ED പ്രധാനമായും പരിശോധിക്കുന്നത്. ആനന്ദ് കുമാറിന് തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഇതിനിടെ EDയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. അനന്തകൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലൂടെ വന്ന 548 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. ഇന്നലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ മണി ചെയിൻ മാതൃകയിലുള്ള നിക്ഷേപം സ്വീകരിക്കലാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. കേസിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെതിരെ കോടതിയിൽ ശക്തമായ തെളിവുകൾ നിരത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തതിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ചയാളെ പ്രതി ചേർക്കുമ്പോഴെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി നിലനിൽക്കില്ലെന്നും മനസ്സർപ്പിച്ചാണ് കേസെടുത്തത് എന്നുമാണ് പോലീസിനു വേണ്ടി സർക്കാരിന്റെ മറുപടി. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തതിലാണ് ആശങ്കയും വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളെ പ്രതി ചേർക്കുന്നത്. ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനത് കാരണമാകുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതേസമയം ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മനസ്സർപ്പിച്ചു തന്നെയാണ് കേസെടുത്തതെന്ന് പോലീസിനു വേണ്ടി സർക്കാർ മറുപടി നൽകി. സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി. പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരായ കേസെന്നും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഹർജിക്കാർ വാദിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയാക്കി കേസെടുത്തത്. 24 കൊച്ചി. പാതിവില തട്ടിപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും PAയും നേരിട്ടാണ് ഇടപെട്ടതെന്ന് പാലക്കാട് DCC ജനറൽ സെക്രട്ടറി സുമേഷ് അച്യുതൻ. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാർ നേരിട്ടാണ് പണം കൈപ്പറ്റിയത്. മന്ത്രിസ്ഥാനം രാജിവെച്ച് K കൃഷ്ണൻകുട്ടി അന്വേഷണത്തിന് തയ്യാറാകണം. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. മന്ത്രി കൃഷ്ണൻകുട്ടി സഹായിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഞാൻ പിൻവലിക്കുകയാണ്. അദ്ദേഹം സഹായിക്കുകയല്ല, ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയണം. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിൻ്റെ പേരിലാണ് ആ വീട്, ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്. മന്ത്രി എന്ന പദവി രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുക. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇടവേളയ്ക്ക് മുൻപൊരു വാർത്തയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയാണ് ഉത്തരവിട്ടത്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ചിറ്റൂർ മാജിസ്ട്രേറ്റ് കോടതിയെ ചുമതലപ്പെടുത്തി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, എങ്ങനെയായിരിക്കും ഈ നടപടിക്രമം? അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് പാലക്കാട് CJM കോടതി ഇത്തരത്തിലൊരു രഹസ്യമൊഴി എടുക്കാൻ ഉത്തരവിട്ടത്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയെ പാലക്കാട് CJM കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവിന് പിന്നാലെ ചെന്താമരയെ ചിറ്റൂർ കോടതിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തിരിച്ചു കൊണ്ടുപോയി ഒരു ദിവസം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ പ്രത്യേക സെല്ലിൽ നിരീക്ഷിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. കോടതി ഉത്തരവ് പ്രകാരം നാളെ ചെന്താമരയെ ചിറ്റൂരിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കിയാകും ഈ രഹസ്യമൊഴി എടുക്കുക. ഈ രഹസ്യമൊഴിയിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രതി മൊഴി മാറ്റുകയും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ഈ കുറ്റകൃത്യം നടത്തിയ രീതി പോലീസിന് വിശദീകരിച്ചു കൊടുക്കുകയും അതിന്റെ കാരണം, അതിന്റെ മോട്ടീവ് ഒക്കെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടികളടക്കം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ പ്രതി മൊഴി മാറ്റുമോ എന്നുള്ള ആശങ്ക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അത് നാളെ കോടതി അനുമതിയോടുകൂടി ഉണ്ടാകും. അനുജ, ചെന്താമരയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നേരിട്ടത് ക്രൂരപീഡനമെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചെന്നും SFI യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി ബിൻസ് ജോസ് 24നോട് പറഞ്ഞു. സംഭവത്തിൽ 7 3ാം വർഷ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞാനും എൻ്റെ കൂട്ടരെ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുമായിരുന്നു. ആ അടിയുടെ ഇടയ്ക്ക് അഭിഷേക് അങ്ങ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഓടി കയറി. അപ്പോൾ ഞാൻ മാത്രമായപ്പോൾ എന്നെ മാത്രം ഇട്ട് അവിടെ കുറേ അടിച്ച് മുളയൊക്കെ എടുത്ത് എൻ്റെ തലയിൽ അടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഊരി എൻ്റെ ഇവിടെ മുഖത്തൊക്കെ അടിച്ച് കുറേ ഇടിയാന്ന്, നെഞ്ചിലും മുഖത്തും തലയിലൊക്കെ കുറേ ഇടിയാന്ന്. ഇതിലും ക്രൂരമായ പീഡനമാണ് ബിൻസ് ജോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്.
പ്രകോപനമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിനിസ്റ്റോസ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും നൽകിയ പരാതി. SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾ യൂണിറ്റ് റൂമിലെത്തിച്ചു മർദ്ദിച്ചു. അരമണിക്കൂറോളം മുട്ടുകുത്തി നിർത്തി. തലയിലും കഴുത്തിലും മർദ്ദിച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയിട്ട് വെള്ളം നൽകി. ഷർട്ട് വലിച്ചു കീറിയെന്നും സുഹൃത്ത് മർദ്ദിച്ചുവെന്ന് പറയാൻ ഭീഷണിപ്പെടുത്തിയെന്നും ബിനിസ്റ്റോസ്. SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് മുട്ടുകുത്തി നിൽക്കാൻ മുട്ടുകുത്തി നിന്നില്ലെങ്കിൽ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നു പറഞ്ഞ് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പ് എടുത്ത് കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വെള്ളം ചോദിച്ച് വെള്ളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ചേട്ടൻ കൊണ്ട് തന്നപ്പോൾ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളം കളഞ്ഞിട്ട് 3/4 ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് തുപ്പിയ വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നത്. പരാതിയിൽ അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് സെൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് കഴക്കൂട്ടം പോലീസിന്റെ തീരുമാനം. റാഗിംഗിൽ പ്രതിഷേധിച്ച് KSU കാര്യവട്ടം കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് കളന്തോട് MES കോളേജിൽ വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടി. പോലീസിനെ കണ്ട വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വീണ്ടും സംഘർഷമുണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ്? നിലവിലെ അവസ്ഥ? അനുജ, കളന്തോട് MES കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നും 2ാം വർഷ 3ാം വർഷ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയത്. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ഇതറിഞ്ഞുകൊണ്ടാണ് കുന്നമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള 20-ലധികം പോലീസുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ പോലീസ് എത്തുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ തിരികെ ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. ഇത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഇന്ന് 2ാം വർഷ വിദ്യാർത്ഥികൾ 3ാം വർഷ വിദ്യാർത്ഥികളെ അടിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ 3ാം വർഷ വിദ്യാർത്ഥികൾ 2ാം വർഷ വിദ്യാർത്ഥികളെ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നയതന്ത്ര പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഖത്തറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്. രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിന് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവരുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച നടന്നു. 2 കരാറുകളിലും 5 ധാരണാപത്രങ്ങളിലും ഒപ്പിട്ടു. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിലും ഇന്ത്യയും ഖത്തറും ഒപ്പുവെച്ചു. ഖത്തറുമായി വ്യാപാരം ശക്തമാക്കും. 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് മികച്ച വരവേൽപ്പാണ് നൽകിയത്. പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിച്ചു. രാഷ്ട്രപതി ഭവനിലും ആചാരപരമായ സ്വീകരണം നൽകി. 24 ഡൽഹി. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.